എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഭക്തിപൂർവം ഈ തിരുക്കർമ്മങ്ങളിലൊക്കെ പങ്കെടുത്ത് എല്ലാ ദിവസവും രാവിലെ 5:30 മുതൽ വൈകുന്നേരം 7 മണി വരെ 7 കുർബാനകളും തുടർന്ന് നൊവേന മധ്യസ്ഥ പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ്. വിശുദ്ധന്റെ മധ്യസ്ഥം യാചിച്ച് അനുഗ്രഹം പ്രാപിക്കുവാനായിട്ട് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ തിരുനാൾ കർമ്മങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. അവരെ പാല കിഴതടിയൂര് പള്ളിയില് വിശുദ്ധ യൂദാ തദേവൂസിന്റെ നൊവേന തിരുനാള് ഒക്ടോബർ മാസം 19-ാം തീയതി മുതൽ 28-ാം തീയതി വരെ നടത്തപ്പെടുകയാണ്. 19-ാം തീയതി ഞായറാഴ്ച രാവിലെ 9:45 പാല കത്തീഡ്രൽ പള്ളി വികാരി ബഹുമാനപ്പെട്ട ജോസ് കാക്കല്ലച്ചൻ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുന്നതാണ്. 26-ാം തീയതി ഞായർ, 27 തിങ്കൾ, 28 ചൊവ്വ തുടങ്ങിയ ദിനങ്ങളിൽ പ്രധാന തിരുനാൾ ദിനങ്ങളായിട്ട് കരുതപ്പെടുന്നു. 26-ാം തീയതി ഞായറാഴ്ച രാവിലെ 9:30 പാലാ രൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കാവർവിൽ പിതാവ് തിരുസ്വരൂപ പ്രതിഷ്ഠ നിർവഹിക്കുകയും 27-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 4:45 പ്രസിദ്ധേന്തി സമർപ്പണവും തുടർന്ന് പാലാ രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേത്താനത്തച്ഛൻ പരിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകുന്നതും അതിനെ തുടർന്ന് ജപമാല പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. പ്രധാന തിരുനാൾ ദിനമായ 28-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് പാലാ രൂപതയുടെ അഭിവന്യ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് പരിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകും. തുടർന്ന് 12 മണിക്ക് പള്ളിയിൽ നിന്നും മണർകാട് കവലയിലേക്ക് ആഘോഷമായിട്ടുള്ള തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. തിരുനാളിന്റെ എല്ലാ ദിവസവും 19-ാം തീയതി ഞായറാഴ്ച മുതൽ രാവിലെ 5:30, 7 മണി, 10 മണി, 12 മണി, 3 മണി, 5 മണി, വൈകുന്നേരം 7 മണി ഈ സമയങ്ങളിലെല്ലാം പരിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. ഓരോ കുർബാനയെ തുടർന്നും വിശുദ്ധ യൂദാസ്ലീഹായുടെ നൊവേന പ്രാർത്ഥനയും ഉണ്ടായിരിക്കുന്നതാണ്. ഈ തിരുനാൾ ദിവസങ്ങളിലെല്ലാം 27-ാം തീയതി വരെ കുമ്പസാരിക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. പ്രധാന തിരുനാൾ ദിനമായ 28-ാം തീയതി കുമ്പസാരം ഉണ്ടായിരിക്കുന്നതല്ല. ബാക്കിയുള്ള എല്ലാ ദിവസവും രാവിലെ 5:15 മുതൽ വൈകിട്ട് 6 മണി വരെ കുമ്പസാരിക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ദിനങ്ങളിൽ 26-ാം തീയതിയും 27, 28 തീയതികളിൽ വിശുദ്ധന്റെ കഴുന്ന് എടുക്കുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്. 27-ാം തീയതി രാവിലെ മുതൽ കള്ളപ്പ നേർച്ചയും 28-ാം തീയതി രാവിലെ മുതൽ നെയ്യപ്പ നേർച്ചയും ഉണ്ടായിരിക്കുന്നതാണ്. അതെ, തിരുനാളിന്റെ ഓരോ ദിനത്തിലും പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങളുണ്ട്. 19-ാം തീയതി ഞായറാഴ്ച പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയുന്നതിന് വേണ്ടിയും 20-ാം തീയതി തിങ്കളാഴ്ച വിവിധ തരത്തിലുള്ള രോഗങ്ങളാൽ ക്ലേശിക്കുന്നവർക്ക് വേണ്ടിയും 21-ാം തീയതി ചൊവ്വാഴ്ച പ്രത്യേകമായിട്ട് സെന്റ് ജൂഡ് ദിനമായിട്ട് ആചരിക്കുന്നു. 22-ാം തീയതി ബുധനാഴ്ച വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള നിയോഗമാണ്. 23-ാം തീയതി വ്യാഴാഴ്ച പരീക്ഷ വിജയത്തിന് വേണ്ടിയുള്ള നിയോഗമാണ്. 24-ാം തീയതി വെള്ളിയാഴ്ച സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുന്നു. 25-ാം തീയതി ശനിയാഴ്ച ജോലി തടസ്സം മാറുന്നതിനുള്ള നിയോഗവും 26-ാം തീയതി ഞായറാഴ്ച സന്താന ഭാഗ്യത്തിന് വേണ്ടിയുള്ള നിയോഗവും 27-ാം തീയതി തിങ്കളാഴ്ച കുടുംബ സമാധാനത്തിന് വേണ്ടിയുള്ള നിയോഗവുമാണ്. തിരുനാളിന്റെ ഈ ദിനങ്ങളിൽ തിരുനാൾ നൊവേന ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള സൗകര്യമുണ്ട്. ഓരോ കുർബാനയോടും അനുബന്ധിച്ചുള്ള നൊവേനകൾ ഏറ്റെടുത്ത് നടത്തുന്നവരുടെ പേരുകൾ പ്രത്യേകമായിട്ട് അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമാണ്.